Good morning, dear children. Welcome to our English class. We are discussing the story Gooseberries written by Anton Chekhov, and in this class we are entering into the climax of our story. This is the story of two brothers, Ivan Ivanich and Nikolai. And Ivan Ivanich is telling a story about his brother Nikolai. He was working in a military service, and even at the time of his work he dreamt about buying a farmhouse, and by the end of this story we can understand that he succeeded in achieving his aim. What was his aim? To buy a farmhouse, and to buy a farmhouse with gooseberry bushes. And like his aim, he bought a farm and he planted gooseberry bushes there. Up to here we stopped in the previous class. Now let us discuss what happens next. It was hard and sore, but I saw a happy man, one whose dearest dream had come true, who had attained his goal in life, who had got what he wanted and was pleased with his destiny and with himself. It was hard and sore. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിക്ക അത് അത്രയും ഹാർഡാണ്, സോറാണ്, പുളിയുണ്ട്. ബട്ട് ഐ സോ എ ഹാപ്പി മാൻ. പക്ഷെ എന്നാൽ പോലും ഐ വാസ് ഏബിൾ ടു സീ എ ഹാപ്പി മാൻ, വൺ ഹൂസ് ഡിയറസ്റ്റ് ഡ്രീം ഹാഡ് കം ട്രൂ. അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഹു ഹാഡ് അറ്റൈൻഡ് ഹിസ് ഗോൾ ഇൻ ലൈഫ് ആൻഡ് ഹു ഹാഡ് ഗോട്ട് വാട്ട് ഹി വാണ്ടഡ്. അദ്ദേഹം എന്താണോ വിചാരിച്ചത് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാസ് പ്ലീസ്ഡ് വിത്ത് ഹിസ് ഡെസ്റ്റിനി ആൻഡ് വിത്ത് ഹിംസെൽഫ്. ഇൻ മൈ ഐഡിയ ഓഫ് ഹ്യൂമൻ ലൈഫ് ദർ ഇസ് ഓൾവേസ് സം അലോയ് ഓഫ് സാഡ്നെസ്. അലോയ് എന്ന് പറഞ്ഞാൽ ടു ടൈപ്പ് ഓഫ് മെറ്റൽ ആണ് ശരിക്കും അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മിക്സിംഗ് ഓഫ് ടു മെറ്റൽസ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. അത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ബട്ട് നൗ അറ്റ് ദ സൈറ്റ് ഓഫ് എ ഹാപ്പി മാൻ ഐ വാസ് ഫീൽഡ് വിത്ത് സംതിങ് ലൈക്ക് ഡെസ്പെയർ. പക്ഷെ ഇപ്പോൾ ഈ സന്തോഷവാനായിട്ടുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു നിരാശയാണ്. ആൻഡ് അറ്റ് നൈറ്റ് ഇറ്റ് ഗ്രൂ ഓൺ മീ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവാനിൽ ഇങ്ങനൊരു നിരാശ ഉണ്ടായത്? A bed was made up for me in the room near my brother's, and I could hear him unable to sleep, going again and again to the plate of gooseberries. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ബെഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് ഈ ഗൂസ്ബെറി നോക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. I thought, after all, what a lot of contented happy people there must be. After all, what a lot of contented, എത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. വാട്ട് എൻ ഓവർവെൽമിംഗ് പവർ ദാറ്റ് മീൻസ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ഓവർവെൽമിംഗ് പവർ, സ്ട്രോങ് പവർ. ആൻഡ് സച്ച് എ സ്റ്റേറ്റ് ഓഫ് തിങ് ഈസ് ഒബ്വിയസ്ലി വാട്ട് വി വാണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആവശ്യം എന്താണ്? വി മസ്റ്റ് ബി ഹാപ്പി. അപ്പാരൻ്റ്ലി എ ഹാപ്പി മാൻ ഓൺലി ഫീൽസ് സോ because the unhappy bear their burden in silence, but for which happiness would be impossible. എന്താ പറയുന്നത്? apparently a happy man only feels so because the unhappy bear their burden in silence. അതായത് മനുഷ്യരെങ്ങനെയാണ് സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ, വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഉള്ളിൽ ഒതുക്കി വെക്കും. പക്ഷെ സന്തോഷമാണെങ്കിലോ അത് പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത്. എ ഹാപ്പി മാൻ ഓൺലി ഫീൽസ് സോ. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യന് മാത്രമാണ് അവൻ്റെ ഹാപ്പിനെസ് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ അൺഹാപ്പി ബിയർ ദെയർ ബേർഡൻ ഇൻ സൈലൻസ്. സങ്കടമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമങ്ങൾ മുഴുവൻ മനസ്സിൽ അമർത്തി വെക്കുകയാണ് ചെയ്യാറ്. ബട്ട് ഫോർ വിച്ച് ഹാപ്പിനെസ് വുഡ് ബി ഇമ്പോസിബിൾ. പക്ഷെ അതുപോലെയല്ല, സങ്കടങ്ങൾ നമുക്ക് പുറമേക്ക് കാണിക്കാതെ വെക്കാൻ പറ്റും. ബട്ട് ഹാപ്പിനെസ്, സന്തോഷം വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രകടിപ്പിക്കാതെ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ബ്രദർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. കാരണം അദ്ദേഹം അത്രത്തോളം സന്തോഷവാനാണ്. അതുകൊണ്ടാണ് രാത്രി പോലും ഉറക്കമില്ലാതെ അദ്ദേഹം ഗൂസ്ബെറി പൊട്ടിച്ചു വെച്ച ഗൂസ്ബെറി ഒക്കെ നോക്കാൻ വേണ്ടി പോയിരുന്നത്. ദാറ്റ് നൈറ്റ് ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ടു ഹാഡ് ബീൻ കണ്ടന്റഡ് ആൻഡ് ഹാപ്പി. Ivan Ivanich went on, getting up. That night I was able to understand how too had been content and happy. Freedom is a boon, I used to say, as essential as the air we breathe. But we must wait. Yes, I used to say so, but now I ask, why do we wait? അപ്പോൾ നമ്മളൊരു സന്തോഷം വരാൻ വേണ്ടി നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഫ്രീഡം ഈസ് എ ബൂൺ. ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൂൺ, ഒരു അനുഗ്രഹമാണ്. Ivan Ivanich glanced angrily at Borkin. Why do we wait? I ask you. What consideration keep us fast? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് ഇവാൻ ഇവാനിച്ച് ബോർക്കിനോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്.
ഇപ്പൊ അവന് തിരിച്ചു വന്നു. അത് ഇവാൻ ഇവാനിച്ച് സ്റ്റോറി ഏകദേശം ഫിനിഷ് ആക്കി. എന്നിട്ട് ഇപ്പൊ റിയൽ തിങ് എന്താണ്? ഇവാൻ ഇവാനിച്ച് ബോർക്കിനോടും അലിഹോക്കിനോടും സ്റ്റോറി പറയുന്നതായിരുന്ന സിറ്റുവേഷൻ അല്ലേ. അപ്പൊ ആ ഇവാൻ ഇവാനിച്ച് പറഞ്ഞ സ്റ്റോറി കഴിഞ്ഞു. എന്നിട്ട് ഇവാൻ ഇവാനിച്ച് ബോർക്കിനോട് ചോദിക്കുകയാണ്, വൈ ഡു യു വെയിറ്റ്, ഐ ആസ്ക് യു, what consideration keep us fast? I am told that we cannot have everything at once and that every idea is realized in time. But who says so? Where is the proof that it is so? Tell me. I say, why should we wait? അപ്പോൾ ബോർക്കിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഐ എം ടോൾഡ് ദാറ്റ് വി കനോട്ട് ഹാവ് എവറിത്തിങ് അറ്റ് വൺസ്. നമുക്കെല്ലാം ഒരുമിച്ച് കിട്ടില്ല. ദാറ്റ് എവറി ഐഡിയാസ് റിയലൈസ്ഡ് ഇൻ ടൈം. നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മളുടെ എല്ലാ എയിമുകളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇറ്റ് ഈസ് എ ടൈം, ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കത്തുള്ളൂ. ബട്ട് ഹൂ സേസ് സോ? ആരാണ് അങ്ങനെ പറഞ്ഞത്? വേർ ഇസ് ദ പ്രൂഫ് ദാറ്റ് ഇറ്റ് ഈസ് സോ? അങ്ങനെയാണെന്നുള്ളതിന് തെളിവ് എന്താണ്? ടെൽ മീ. ഐ സേ, വൈ ഷുഡ് വി വെയിറ്റ്? നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? I left my brother early the next morning and from that time on I found it impossible to leave in town. I left my brother early. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിൽ തന്നെ ഇവാൻ അവിടുന്ന് പോവാണ്, അത് നിക്കോളാനെ വിട്ടിട്ട് പോവാണ്. ആ ഒരു സമയം മുതൽ ഇവാൻ ഇവാനിച്ച് ഹി ഫൗണ്ട് ഇറ്റ് ഇമ്പോസിബിൾ ടു ലീവ് ഇൻ ടൗൺ. അതിനുശേഷം ഇവാൻ ഇവാനിച്ചിന് ഒരിക്കലും ആ ടൗണിലെ ഒരു ജീവിതത്തിൽ, ടൗണിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ദ പീസ് ആൻഡ് ക്വയറ്റ് ഓഫ് ഇറ്റ് ഒപ്രസ് മീ. കാരണം ആ ഒരു പീസ് ആൻഡ് ക്വയറ്റ് ഓഫ് ഇറ്റ് ഒപ്രസ് മീ, ആ ഒരു ശാന്തത അദ്ദേഹത്തെ ഒരുപാട് അടിച്ചമർത്തുന്ന പോലെ തോന്നി. I dare not look in at the windows, for nothing is more dreadful to see than the sight of a happy family sitting round a table having tea. എനിക്ക് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല അത് മറ്റുള്ളവർ സന്തോഷിക്കുന്നത്. തൊട്ടപ്പുറത്തിൽ വിൻഡോസിലൂടെ നോക്കുമ്പോൾ ആ ഒരു ഫാമിലി അവർ ഹാപ്പി ആയിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. I am an old man now and am no good for the struggle. ഞാനിപ്പോൾ വയസ്സായി, എനിക്കൊരിക്കലും ഇനി പഴയ പോലെ യങ് ആയിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഐ കമൻസ്ഡ് ലേറ്റ്. എനിക്ക് മനസ്സിലാവുകയാണ്, ലാസ്റ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഐ ക്യാൻ ഓൺലി ഗ്രീവ് വിത്തിൻ മൈ സോൾ ആൻഡ് ഫ്രെറ്റ് ആൻഡ് സൾക്ക്. വറീഡ്, ഫ്രെറ്റ് എന്ന് പറഞ്ഞാൽ വറീഡ്, വിഷമിക്കുക. സൾക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ഏബിൾ ടു റിലാക്സ്, അതായത് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഐ ക്യാൻ ഓൺലി ഗ്രീവ് വിത്തിൻ മൈ സോൾ. എനിക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. അറ്റ് നൈറ്റ് മൈ ഹെഡ് ബസസ് വിത്ത് ദ റഷ് ഓഫ് മൈ തോട്ട്സ് ആൻഡ് ഐ കനോട്ട് സ്ലീപ്പ്. ഇഫ് ഐ വർ യങ്, ഞാൻ ഒരിക്കൽ കൂടി യങ് ആയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇവാൻ ഇവാനിച്ച് വാക്ക്ഡ് എക്സൈറ്റഡ്ലി അപ്പ് ആൻഡ് ഡൗൺ ദ റൂം ആൻഡ് റിപ്പീറ്റഡ്, ഇഫ് ഐ വർ യങ്. ഐ സഡൻലി വാക്ക്ഡ് അപ്പ് ടു അലിഹോക്കിൻ ആൻഡ് ഷുക്ക് ഹിം ഫസ്റ്റ് ബൈ വൺ ഹാൻഡ് ആൻഡ് ദെൻ ബൈ ദി അതർ. ഹി സഡൻലി വാക്ക്ഡ് അപ്പ് ടു അലിഹോക്കിൻ. അലിഹോക്കിൻ്റെ അടുത്ത് എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കുകയാണ്, പാവൽ കൗസ്റ്റാന്റിനിച്ച് എന്നുള്ളതാണ് ഈ അലിഹോക്കിൻ്റെ റിയൽ നെയിം. ഹി സെഡ് ഇൻ എ വോയിസ് ഓഫ് എൻട്രീറ്റി, ഒരു റിക്വസ്റ്റ് പോലെ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ്, ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ബി ലൾഡ് ടു സ്ലീപ്പ്. നീ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ബി ലൾഡ് ടു സ്ലീപ്പ്. നിനക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വൈൽ യു ആർ യങ്, സ്ട്രോങ്, വെൽത്തി, ഡു നോട്ട് സീസ് ടു ഡു ഗുഡ്. കാരണം നീ സ്ട്രോങ് ആയിരിക്കുമ്പോഴും യങ് ആയിരിക്കുമ്പോഴും ആണ്, അത് നിന്റെ കയ്യിൽ കാശുള്ളപ്പോഴുമാണ് നീ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹാപ്പിനെസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹാപ്പിനെസ് ഒരിക്കലും എന്നും നിലനിൽക്കുന്നതല്ല. നോർ ഷുഡ് ഇറ്റ്. ആൻഡ് ഇഫ് ദർ ഇസ് എനി മീനിങ് ഓർ പർപ്പസ് ഇൻ ലൈഫ്, ദേ ആർ നോട്ട് ഇൻ അവർ പെഡ്ലിംഗ് ലിറ്റിൽ ഹാപ്പിനെസ് ബട്ട് ഇൻ സംതിങ് റീസണബിൾ ആൻഡ് ഗ്രാൻഡ്. ഡു ഗുഡ്. പെഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന കച്ചവടക്കാർ, സെയിലേഴ്സ്. Happiness does not exist, nor should it. And if there is any meaning or purpose in life, they are not in our peddling little happiness. അപ്പോൾ നമ്മളുടെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കച്ചവടക്കാരെ പോലെയാണ്. അവർ നമുക്ക് വരുന്ന സാധനങ്ങൾ തരുന്നു പോകുന്നു. ആ ഒരു അത്രയും നിമിഷം മാത്രം നിലനിൽക്കുന്നതാണ് ഹാപ്പിനെസ്. ബട്ട് ഇൻ സംതിങ് റീസണബിൾ ആൻഡ് ഗ്രാൻഡ് ടു ഗുഡ്. അതുകൊണ്ട് തന്നെ നീ നല്ല കാര്യങ്ങൾ, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? യങ് ആയിരിക്കുമ്പോൾ മാത്രമാണ്. Then they all three sat in different corners of the drawing room and were silent. അങ്ങനെ ഇതോട് കൂടിയിട്ട് ഇവാൻ ഇവാനിച്ച് കഥ നിർത്തുകയാണ്. ഇവാൻ ഇവാനിച്ചസ് സ്റ്റോറി ഹാഡ് സാറ്റിസ്ഫൈഡ് നൈദർ ബോർക്കിൻ ഓർ അലിഹോക്കിൻ. പക്ഷെ ബോർക്കിനോ അല്ലെങ്കിൽ അലിഹോക്കിനോ ഈ ഒരു സ്റ്റോറിയിൽ they were not satisfied. It was tedious to hear the story of a miserable official who ate gooseberries. കാരണം അവരെ സംബന്ധിച്ച് അവർ കുറച്ചൊക്കെ യങ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ടെഡിയസ്, ബോറിംഗ് ആണ്. ഈ ഒരു കഥ അവരെ സംബന്ധിച്ച് ബോറിംഗ് ആണ്. ബിക്കോസ് ടു ഹിയർ ദ സ്റ്റോറി ഓഫ് എ മിസറബിൾ ഒഫീഷ്യൽ, ഒരു ഓഫീസർ ഇരുന്നിട്ട് ഗൂസ്ബെറി തിന്ന കഥയൊക്കെ കേൾക്കുന്നത് അവർക്ക് തികച്ചും ബോറിംഗ് ആയിരുന്നു. സംഹൗ ദേ ഹാഡ് എ ലോങ്ങിങ് ടു ഹിയർ ആൻഡ് ടു സ്പീക്ക് ഓഫ് ചാമിങ് പീപ്പിൾ ആൻഡ് ഓഫ് വുമൺ. അപ്പോൾ അവരുടെ ഒരു ഏജിനെ സംബന്ധിച്ചിട്ട് അവരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്?
നല്ല ആളുകളെ കുറിച്ചിട്ടും അതുപോലെ നല്ല സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കഥകളാണ് അവർ കേൾക്കാൻ ആഗ്രഹിച്ചത്. ആൻഡ് ദ മിയർ ഫാക്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രോയിങ് റൂം വാസ് മച്ച് ബെറ്റർ ദാൻ എനി സ്റ്റോറി. അപ്പോൾ അവർക്ക് തോന്നുകയാണ് വെറുതെ അങ്ങനെ ആ ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്നതായിരുന്നു ഈ കഥ കേൾക്കുന്നതിനെക്കാട്ടിലും ഭേദം എന്ന് തോന്നുകയാണ്. അലി ഹോക്കിൻ വാണ്ടഡ് വെരി മച്ച് ടു ഗോ ടു ബെഡ്. അലി ഹോക്കിന് അത്രയും ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഹി ഹാഡ് ടു ഗെറ്റ് അപ്പ് ഫോർ ഹിസ് വർക്ക് വെരി ഏർലി. അങ്ങനെ ഏർലി മോർണിംഗിൽ അദ്ദേഹത്തിന് വർക്കിന് പോകണം. എബൌട്ട് 2 in the morning and now his eyes were closing. However, it is time to go bed, said Bokin, getting up. I will wish you good night. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ ബോക്കിൻ കിടക്കാൻ വേണ്ടി പോവാണ്. അലി ഹോക്കിൻ സെഡ് ഗുഡ് നൈറ്റ് ആൻഡ് വെന്റ് ഡൗൺ സ്റ്റേഴ്സ് ആൻഡ് ലെഫ്റ്റ് ഹിസ് ഗസ്റ്റ്. അങ്ങനെ ഗസ്റ്റിനെ അവിടെ ഇട്ടിട്ട് അദ്ദേഹം പോവാണ് അലി ഹോക്കിൻ. ഈച്ച് ഹാഡ് എ ലാർജ് റൂം വിത്ത് ആൻ ഓൾഡ് വുഡൻ ബെഡ് ആൻഡ് കാർഡ് ഓർണമെന്റ്സ്. ഇവാൻ ഇവാനിച്ച് അണ്ടർസ് ഇൻ സൈലൻസ് ആൻഡ് ലേ ഡൗൺ. അങ്ങനെ ഇവാൻ ഇവാനിച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു. God forgive me, a wicked sinner, he murmured as he drew the clothes over his head. അപ്പോൾ അദ്ദേഹം ദൈവത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മാപ്പ് ചോദിക്കുന്നത്? അത് അദ്ദേഹത്തിന് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ലൈഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ്സ് വൈ ഹി ഈസ് കോളിംഗ് ഹിംസെൽഫ് എ വിക്കഡ് സിന്നർ. ഞാനൊരു പാപിയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ദ റെയിൻ ബീറ്റ് അഗെയിൻസ്റ്റ് ദ വിൻഡോ ഓൾ നൈറ്റ് ലോങ്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും മഴ, ആ ഒരു സമയത്ത് മഴ പെയ്യുകയാണ്. സോ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദിസ് സ്റ്റോറി ദർ ഇസ് റെയിൻ. So what is the morality or moral lesson of the story? What is real happiness? Real happiness means whatever small things occurred in our life. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, so this is our climax of this lesson and up to here we are finishing. Thank you all for watching.